രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ ഉയർന്ന പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇങ്ങനെ കാലതാമസം വന്ന സമയത്ത് ചിലയിടങ്ങളിൽ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതും ഇംഗ്ലീഷിലായിരുന്നു ആ പോസ്റ്ററുകൾ. അപ്പൊ എന്തായാലും അതിലിപ്പോൾ കൽപ്പറ്റ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടി സിദ്ദിഖ് MLA ആണ് പരാതി നൽകിയത്. M കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കമൽ, ആരാണ് ഈ പോസ്റ്റർ പതിച്ചത് എന്നറിയാൻ സ്വാഭാവികമായും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അന്വേഷണം എങ്ങനെയായിരിക്കും? ആര്യ, ഇപ്പോൾ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും ഒരു തരത്തിലും ഈ ആളെ തിരിച്ചറിയാനുള്ള ഒരു ക്ലാരിറ്റിയും ആ ദൃശ്യങ്ങളിൽ ഇല്ല. പക്ഷേ പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഒരുപക്ഷെ ശേഖരിക്കുമായിരിക്കാം. അതുപോലെ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകും. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ഗൗരവമായാണ് ഇക്കാര്യം എടുത്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ പ്രിയങ്കയ്ക്കും രാഹുലിനുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട വിഷയം വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടി സിദ്ദിഖ് MLA അത് പരാതി നൽകിയിരിക്കുന്നത്. മിക്കവാറും ഹൈക്കമാൻഡിൽ നിന്നോ KC വേണുഗോപാലിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരിക്കണം ഈ പരാതി എന്ന് കരുതുന്നു. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിൽ ഇംഗ്ലീഷിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിരൂക്ഷമായ വാചകങ്ങളാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. വി ആർ ഡൺ, വി വിൽ ഫിനിഷ് യു, വയനാട് വിൽ ബി നെക്സ്റ്റ് അമേത്തി, KC may be your bag bearer but people of Kerala won't forgive you തുടങ്ങി അതിരൂക്ഷമായ രീതിയിലുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി DTP ചെയ്ത പോസ്റ്ററുകളാണ് ഒട്ടിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് മുക്കം കാരശ്ശേരിയിലും സമാനമായ അതേ വാചകങ്ങളുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്.